ഓ ഈ അപ്പൂപ്പന് എന്ത് കനവാ. അപ്പൂപ്പൻ മോളെ പോലെ കുട്ടിയല്ലല്ലോ, മുതിർന്ന ആളല്ലേ, അതുകൊണ്ടായി കനം. അപ്പൂപ്പ, നമ്മള് എന്തിനാ ദിവസവും അമ്പലത്തിൽ പോകുന്നേ? അതെന്റെ മോക്ക് അറിയില്ലേ, ദൈവത്തെ കാണാൻ. അല്ലാതെ എന്താ. ആദ്യം നമുക്ക് അമ്പലക്കുളത്തിൽ പോയി കൈമുഖമൊക്കെ കഴുകിയിട്ട് അമ്പലത്തിലേക്ക് കയറാം. എന്താ മോള് വേഗം നടന്നോ, നേരെ അമ്പലക്കുളത്തിലേക്ക്. ആഹാ, എങ്ങോട്ടാ? അമ്പലത്തിലേക്ക്. എന്താ ദാക്ഷായണി? ഇല്ല പറ. ഓ, എന്താ മോളെ, സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ. സാരമില്ല അപ്പൂപ്പ, നമ്മൾ എന്നും വരുന്ന വഴിയല്ലേ. ആ വേഗം നടക്കുമോളെ. മോളെ, ഈ അപ്പൂപ്പനെയും വലിച്ചുകൊണ്ട് നീ എങ്ങോട്ടാ പോകുന്നത്? മുൻപോട്ട് എന്ത് വരണ? അല്ല പിന്നെ ഒരു കിന്നാരം. കിട്ടിയല്ലേ, കേറി പൊക്കോ. പൊക്കോ പൊക്കോ. അറിഞ്ഞോ, നമ്മുടെ സെയ്തലവി കേറ്റി വീണു. നാട്ടുകാരൊക്കെ ചേർന്ന് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടെന്നാ പറയുന്നേ. അയ്യോ, അയ്യോ, മോളെ മോളെ അയ്യോ എൻ്റെ അപ്പൂപ്പ. മോളെ, പതുക്കെ. കിടത്തണോ? എനിക്കൊന്നുമില്ല അപ്പൂപ്പ. എണീറ്റ് നിന്നോ, മോളെ നിന്നോ. പേടിക്കണ്ട, മക്കളെ പേടിക്കണ്ട മോളെ, ഒന്നും കാലില്. മോളെ സൂക്ഷിക്കണ്ടേ മോളെ. അയ്യോ, അവളല്ല, ഞാനാ ശ്രദ്ധിക്കേണ്ടത്. അവളുടെ ഉൾക്കടിയിൽ മാത്രമല്ലേ കാഴ്ചയുള്ളൂ. എന്റെ പൊന്നു മക്കളെ, മോളെ, അപ്പൂപ്പൻ അറിയാതെ പറ്റി പോയതാ മക്കൾ. പാവം. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആൻറ്റിബയോട്ടിക് നിർത്തിക്കോളൂ. അപ്പോൾ ഏനാന്ന് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. മെഡിസിൻ പഴയത് തന്നെ കൊടുത്താൽ മതി. യെസ് ഡോക്ടർ. ഏയ്, സെയ്തലിയുടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. ബോഡി ഉടനെ കൊണ്ടുപോകാം. സിസ്റ്ററെ, ഡോക്ടർ പ്രതീഷിന്റെ റൂം. അവിടെ. ഗുഡ് ഈവനിങ് ഡോക്ടർ. വരണം മാഷേ, ഇരിക്കൂ. മാഷേ, ഞങ്ങളുടെ പരമാവധി ശ്രമിച്ചതാ. കിണറ്റിലെ വെള്ളം കുടിച്ചിട്ടല്ല, തൊടിയിൽ തലയിടിച്ചിട്ടാണ് മരിച്ചത്. ഇവിടെ എത്തുന്ന മുമ്പേ മരിച്ചിരുന്നു. ഒന്ന് കാണാൻ പറ്റുമോ? ആവാം, ഇപ്പോൾ മോർച്ചറിയില്ല. പിന്നെ പുള്ളിയുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ ബന്ധുക്കൾ സമ്മതിച്ചിട്ടുണ്ട്. ഡോക്ടർ. യെസ്, കമിൻ. റിപ്പോർട്ട് വന്നായിരുന്നു. മാഷേ, നമ്മുടെ ഗൗരിക്കുട്ടിക്ക് എന്തായാലും സെയ്തലിയുടെ കണ്ണുകൊണ്ട് പ്രയോജനം ഉണ്ടായത് മാഷിന്റെ കൊച്ചുമോക്ക. ഗൗരിമോളെ, എന്തോ? ഡോക്ടർ അങ്കിളിനെ മനസ്സിലായോ? ആ. ഡോക്ടർ അങ്കിളെ കണ്ണിന്റെ കെട്ടഴിക്കട്ടെ. ഉം. മോക്ക് കണ്ണിന്റെ കെട്ടഴിക്കുമ്പോ ആദ്യം ആരെയാ കാണണ്ടേ? അത് അത് ഉണ്ണിക്കണ്ണന്. ഉണ്ണിക്കണ്ണനോ? അതാരാ? അപ്പൂപ്പൻ പണ്ട് എനിക്ക് എപ്പോഴും കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഉണ്ണിക്കണ്ണൻ വെണ്ണ മോഷ്ടിച്ച് തിന്നുന്നതും പാമ്പിന്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്നതും അങ്ങനെ എല്ലാ കഥകളും അപ്പൂപ്പ എനിക്ക് പറഞ്ഞു തരും. അതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
ആണോ? മോളെ കണ്ണ് പതുക്കെ തുറക്കണേ. ഞാൻ പെട്ടെന്ന് തുറക്കും. അയ്യോടാ. ഡോക്ടർ അങ്കിളെ, മോളുടെ കണ്ണിന്റെ കെട്ടഴിക്കാൻ പോവാണേ. മോള് കണ്ണ് തുറക്കരുതേ. അങ്കിള് കെട്ടഴിക്കാൻ പോവാണേ. മോള് പതുക്കെ തുറക്കണേ. പതുക്കെ തുറക്കാവൂ. അഴിക്കണേ. പതുക്കെ പതുക്കെ മോള് കണ്ണ് തുറന്നേ. പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ. ആ തുറക്ക്. പതുക്കെ തുറന്നേ. എന്റെ ഉണ്ണിക്കണ്ണ, എന്റെ കൃഷ്ണ, ഭഗവാനെ കാത്തോളണേ. അപ്പൂപ്പ, ഞാൻ ഉണ്ണിക്കണ്ണനെ കണ്ടു അപ്പൂപ്പ. മോളെ, കണി കാണാൻ നമുക്കിന്ന് കണ്ണുകളുണ്ട്. കാലശേഷം നമുക്ക് ഉപയോഗമില്ലാതെ വരുമ്പോൾ അതിലൊന്നുകൊണ്ട് ഇല്ലാത്തവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ പ്രഭാപൂരിതമാകട്ടെ മറ്റുള്ളവരുടെ മനസ്സ്.